ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ജയകുമാർ ഇനി ശബരിമലയിലും പ്രത്യേകിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലും മാറ്റങ്ങൾ സംഭവിക്കുന്നു. ജയകുമാർ സാർ ഇത് ഒരു രക്ഷപ്പെടലാണ് അല്ലേ? എനിക്ക് തോന്നുന്നുണ്ട് പൊടിയിട്ട് ആളുടെ കണ്ണിൽ പൊടിയിടാനുള്ളൊരു തന്ത്രം മാത്രം. കാരണം നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ജയകുമാർ സാർ എന്നൊക്കെ പറയുമ്പോൾ സർവീസ് ഹിസ്റ്ററിയിൽ ഇത്രയും ക്ലിയർ, ഭയങ്കര ഗുഡായിട്ടുള്ള എല്ലാം, ഒന്നുപോലും വിവാദമില്ല. അതേപോലെയായിരുന്നു മലയാളം സർവേ എല്ലാ കുറേ കാര്യങ്ങളിലും. അപ്പോൾ ആർക്കും ഒരു നെഗറ്റീവ് പറയാനുള്ള ഒരു വ്യക്തിനെ കൊണ്ടുവന്ന് ഇപ്പോൾ ഇത്രയും വിവാദമായിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് പുള്ളിയെ കൊണ്ട് നിയമിച്ചു കഴിഞ്ഞാൽ ഈ വിവാദങ്ങളിൽ നിന്ന് തലയൂരാമെന്ന് പിണറായി സർക്കാരിൻ്റെ ഒരു മൂഢമായിട്ടുള്ള ഒരു ഇതാണ്. ഇത് ഇപ്പോൾ നോക്കൂ, നമുക്കറിയാൻ പറ്റും. വാസു 3-ാം പ്രതിയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് മെഡിക്കൽ ഇത് ചോദിച്ചിട്ടുണ്ട്, ഹാജരാകാൻ പറഞ്ഞു കഴിഞ്ഞ സമയത്ത് സാവകാശം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു പോകാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പോറ്റീന് നമ്മൾ മുന്നിൽ നിർത്തപ്പോഴും ഇത് മറ്റൊരു നമുക്കറിയാം, നമ്മുടെ സ്പ്രിംഗ്ലർ മറ്റൊരു വിവാദം വന്ന സമയത്ത് അവസാനം എല്ലാം ശിവശങ്കറിന് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലായിരുന്നു. വമ്പൻ സ്രാവ് ആരാണ് പിന്നിലെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷെ അവസാനം എല്ലാം കൂടെ കൊണ്ട് നാടെ തലയിലാക്കി നമ്മുടെ ശിവശങ്കർ. ഇതുപോലെയാണ് പോറ്റിയുടെ തലയിലാക്കാനായിരുന്നു മുഴുവനായിട്ട് ശ്രമിച്ചത്. പക്ഷേ പോറ്റി ലാസ്റ്റ് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് പ്രശാന്തിലെത്തുന്നുണ്ട്. അതിന് മുമ്പ് ഒരാളുണ്ടായിരുന്നല്ലോ, വേറൊരാളെ പിടിച്ചല്ലോ, പത്മകുമാറിലേക്ക് വന്നല്ലേ, പത്മകുമാർ അങ്ങനെയൊക്കെ വന്നു അതിൽ. പക്ഷെ എനിക്ക് അപ്പോൾ തന്നെ അറിയാം ഇത് പാർട്ടിയുടെ ഏറ്റവും പ്രബലമായിട്ടുള്ള ഇയാൾ. എനിക്ക് തോന്നുന്നു പത്മലോചൻ എന്ന് പറഞ്ഞ ആളുടെ ഒരു മരുമകനാണല്ലോ ഈ വാസു എന്ന് പറഞ്ഞിട്ടല്ലേ. CPI അതാണ് CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഖാവ്. അപ്പോൾ അത് ഈ സർക്കാർ മുൻ ഇതായിരുന്നു, ദിവസം ഇതായിരുന്നു, പിന്നീട് കമ്മീഷണറൊക്കെ ആയിരുന്നല്ലോ. അദ്ദേഹത്തിൻ്റെ സമയത്തായിരുന്നു തോന്നുന്നു മുഴുവൻ അടിച്ചു മാറ്റലുണ്ടായത്. അപ്പം പോറ്റി പറഞ്ഞേക്കണത് വെച്ച് നോക്കണമെങ്കിൽ ചെമ്പ് അല്ല, ഈ മുൻപുള്ളവർ മുഴുവൻ തട്ടിപ്പ് വീരന്മാരാണ്. അത് ജനങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഇനി എത്ര വെള്ളപൂശാൻ ശ്രമിച്ചാലും അത് പാർട്ടിക്ക് ബന്ധമുണ്ട്, പാർട്ടി നേതാക്കൾക്ക് ബന്ധമുണ്ട്, അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ബന്ധമുണ്ട്. അപ്പോൾ അങ്ങനെ പാർട്ടി ബന്ധമില്ലാത്ത ഒരു സാധുവായ മനുഷ്യനെ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ, ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിയേക്കാണ്. പക്ഷെ ഹിന്ദുക്കൾക്ക് എന്തോ നവോത്ഥാനം വരാൻ പോകുന്നു എന്നൊരു ചിന്ത വരുത്താൻ വേണ്ടിയാണ് ഇത് ശ്രമം. അത് തീർച്ചയായിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ കണ്ണിൽ ഞാനാ പറഞ്ഞത്, കാരണം ഇപ്പൊ തന്നെ പല കോണുകളിൽ നിന്നും ബോധവും വെളിവുള്ളവർ എന്തിനും ഒരു ദേവസ്വം ബോർഡും ചോദിച്ചു തുടങ്ങി. അതാണ് മെയിൻ ആയിട്ടുള്ളൊരു വസ്തുത. കാരണം ഇവർക്ക് ദേവസ്വം ബോർഡ് വിട്ട് കളിക്കാൻ പറ്റില്ല. അത് ഏത് ഭരണമാണെങ്കിലും ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മറ്റൊരു, നമ്മൾ പറയുമല്ലോ, പൂച്ച വെച്ചിടണ ഖജനാവിന് ഒന്ന് കൊടുക്കണ കുടിയന്മാർ മദ്യം, പിന്നെ ഒന്ന് ലോട്ടറിയാണ്. ഈ രണ്ടേ ഉള്ളൂ. പിന്നെ എന്ന് പറയുമ്പോൾ ഈ ശബരിമല നമ്മുടെ സീസണൊക്കെ വന്നു കഴിയുമ്പോഴുള്ള അമ്പലങ്ങളിൽ നിന്നുള്ള ഗുരുവായൂർ ആയിക്കോട്ടെ, ഈ ദേവസ്വം ആ ഒരു രീതിയിൽ. ദേവസ്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും അതൊരു ഇതായിട്ടുള്ള പ്രത്യേക ബോഡിയാണല്ലോ, അത് അമ്പലങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നുമല്ല. നേരെ പോണ നമ്മൾ അറിഞ്ഞു അത് എവിടേക്കാണ് പോയിട്ടുള്ളതെന്നും നേതാക്കന്മാരുടെ വീട്ടിലേക്കാണ് ഫണ്ട് നമുക്ക് വ്യക്തമായിട്ട് ഇപ്പോൾ തെളിവായി കഴിഞ്ഞു. അപ്പോൾ ദേവസ്വം ബോർഡ് പിടിച്ചുവിട എന്തിനൊരു ദേവസ്വം ബോർഡെന്ന് പലരും ചോദിച്ചു തുടങ്ങി. അതായത് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് BJP-യോ അല്ലെങ്കിൽ തീവ്ര ഹിന്ദുത്വവാദികൾ, അവർക്ക് വേറെ ലക്ഷ്യങ്ങളും പലതുമുണ്ട്. അവർ പറഞ്ഞല്ല, കോമൺ ആയിട്ടുള്ള മനുഷ്യർ, ഇതിലൊന്നും ഉൾപ്പെടാത്ത വിശ്വാസികളായിട്ടുള്ള മനുഷ്യർ ചോദിച്ചു തുടങ്ങി. കാരണം ക്രൈസ്തവർക്ക് സഭയുണ്ട്, സഭയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊന്നും അവർ ഇടപെടത്തില്ല. ഇനി മുസ്ലിംസ്, അവരെ മസ്ജിദ്, അവരുടെ കാര്യങ്ങൾ ഒറ്റ മനുഷ്യരെ അടുപ്പിക്കത്തില്ല, അവർക്ക് അവരുടേതായ രീതിയുണ്ട്. പക്ഷെ അവിടെ ഹിന്ദുവിൻ്റെ വിശ്വാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ദേവസ്വം ബോർഡ് അമ്പലങ്ങളുടെ സ്വത്ത് കൈകാര്യം ചെയ്യണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന് പോലെ നമ്മുടെ മൈനറാണല്ലേ, ദൈവങ്ങളെന്ന് പറയുമ്പോൾ അങ്ങനെ രീതിയിലാണ് കോടതി പോലെ കോൺട്രിബ്യൂട്ട് ചെയ്തത്. സ്വത്തെന്ന് പറയുമ്പോൾ അത് അവകാശപ്പെട്ടാണ്. ഇതാണ് അടിച്ചോണ്ട് പോകുന്നത്. പക്ഷെ എന്തിന് നമുക്ക് ഒരു ദേവസ്വം ബോർഡ്, ഓരോ അമ്പലങ്ങളുടേതായ കമ്മിറ്റി പോലെ എന്നുള്ള ചോദ്യം ജനങ്ങൾ ചോദിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോൾ മനസ്സിലായി അപകടമായി തുടങ്ങിയെന്ന് മനസ്സിലായി. ഐക്യമില്ല, തമ്മിലടിച്ച് അത് നമുക്കറിയാം ഇരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. പക്ഷെ ഈ ഞങ്ങളോ ലോക തട്ടിപ്പ്. അതിൽ തന്നെയാണ് നമുക്ക് പറയാം, പിണറായിക്ക് ഭയങ്കര ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത 2 പേരുണ്ട്, 2 സമുദായ നേതാക്കന്മാർ. നമ്മൾ പറഞ്ഞേ പറ്റൂ. അതിലൊരാളുടെ എന്ന് പറയുമ്പം മുരാരി ബാബു NSSന്റെ മെയിൻ ആളായിരുന്നു, സുമാരൻ എന്നാണ്. അതോടുകൂടി ഒരു ട്വിസ്റ്റിംഗ് ആയിരുന്നു നമ്മൾ കണ്ടത്. ഉടനെ ഒരൊറ്റ ദിവസം കൊണ്ട് അയ്യപ്പ സംഗമം, ആ സംഗമം നടന്നു കഴിയുമ്പോൾ SNDP ഒരു സൈഡിൽ നിന്നിട്ട് പറയുന്നുണ്ട് വെള്ളാപ്പള്ളിയെ പോലെ, അല്ല വെള്ളാപ്പള്ളിയല്ലോ, നമ്മൾ മച്ചായി ഒരുമിച്ച് വണ്ടി പോയി നിന്നിട്ട് ഭയങ്കര ഇത്. അപ്പുറത്ത് സുമാരനായിരുന്നു, അതുവരെ കോൺഗ്രസിൻ്റെ ഒപ്പം നിന്നുകൊണ്ടിരുന്ന ആളാണ്. ഒരൊറ്റ നിമിഷം കൊണ്ട് ആള് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അല്ലേ, മുഖ്യമന്ത്രി പിണറായിയെ പോലെ ഒരു വ്യക്തി ഇല്ല എന്നുള്ള രീതിയിലൊക്കെ ആയി. അത് കഴിഞ്ഞപ്പോഴാണ് മുരാരി ബാബുവിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഇതെന്ന് പറയുമ്പോൾ ഒരു കൂട്ടുകച്ചവടമാണ് ശ്രീത്തെ. കാരണം ഇത് മൊത്തത്തിൽ ദേവസ്വം ബോർഡിൽ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ തമ്മിൽ ഡിവൈഡ് ചെയ്ത് മൊത്തത്തിലിട്ടു. ഞാൻ അതിനിടയിൽ ഡിവൈഡ് ചെയ്യുന്ന പാർട്ടാകുമോ ജയകുമാർ? അല്ല, ജയകുമാർ എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ അത് ഒരിക്കലും പാട്ടാവില്ല. അതായത് ഇതിപ്പോൾ മൊത്തത്തിൽ ഇനിയിപ്പോൾ അവിടെ ഒന്നും ഇല്ലല്ലോ. ഇന്നിപ്പോൾ പുതിയത് വന്നിട്ടുണ്ട്, നമ്മുടെ എന്താ പറയുക, കൊടിമരത്തിൻ്റെ ഉണ്ടായിരുന്ന ഇലകളുണ്ടായിരുന്നോ, അതിൽ 28 കാണാനില്ലാന്ന്, സ്വർണ്ണ ഇലകൾ. അത് ബാക്കി അത് എങ്ങനെ പോയിന്ന്, എങ്ങനെ നഷ്ടമായി പോയിന്ന് എന്നൊക്കെ പറയും ദേവസ്വം ബോർഡ്. ആലോചിച്ച് നോക്കണം, ഇതാണ് സംഭവം. അവിടെ ഇനി ഒന്നുമില്ല. മൊത്തത്തിൽ
അവിടെ ഇനി കട്ടോണ്ട് പോകാനായിട്ട് ഒന്നും ഇല്ലാത്തത് കൊണ്ട് മുഖം രക്ഷിക്കാൻ അല്ല, വേണ്ടിയിട്ട് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മൗനത്തിലാണല്ലോ. അതെന്തായിരിക്കും? ഇപ്പോൾ ഒരു കള്ളം ചെയ്താൽ ഭരിക്കുന്ന പാർട്ടി കള്ളം ചെയ്താൽ അത് തുറന്നു കാട്ടാനാണ് പ്രതിപക്ഷ പാർട്ടികളുള്ളത്. അവർ മൗനത്തിലാണ്. സ്ത്രീത്വം ശ്രദ്ധിച്ചില്ലേ? ഉണർന്ന ഹിന്ദുക്കൾ എവിടെ ഇപ്പോൾ? എന്ത് കാര്യത്തിലും ഇതിന് പകരം അവിടെ ഒരു വാവർ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ അല്ലെങ്കിൽ ഇതിൽ ഒരു അപ്പോൾ ദേവസ്വം ബോർഡ് ആയതുകൊണ്ട് മറ്റേ പാർട്ടികൾ സൈലൻ്റ് ആയിട്ടിരിക്കുവാണ്. മറ്റു നമ്മൾ കണ്ടതാണ് റെഡി ടു വെയ്റ്റും ഭയങ്കര പ്രക്ഷോഭങ്ങളും ഭയങ്കര കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അല്ലേ? അവൾ ആ ഭാഗത്തു നിന്നൊക്കെ ഭയങ്കര സൈലൻസ് ആണ്. ബിന്ദു അമ്മണിയും മറ്റവരൊക്കെ ചവിട്ടിക്കഴിഞ്ഞാൽ ഇതാവെന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഇതുവരെ എടുത്തോണ്ട് പോയി. ആലോചിച്ച് നോക്ക്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുണ്യമായിട്ടുള്ള പരമ പവിത്രമായിട്ടുള്ള സാധനങ്ങൾ ലോകം വരെ കാണാനില്ല, അടിച്ചോണ്ട് പോയിട്ടുണ്ട്. അപ്പം ഏറ്റവും ഇതായിട്ടുള്ള ഭഗവാന് ഒരു സ്ത്രീ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഇതല്ല എന്നുള്ളത് ആ രീതിയിൽ ചിന്തിച്ചു നമുക്ക് ചിന്തിക്കാം. ബിന്ദു അമ്മണി കയറിയതിനേക്കാളും വലിയ പാവങ്ങളാണ് അകത്ത് കൂടെ ഇരുന്ന് പോറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അകത്തിരുന്ന് പ്രാർത്ഥിച്ചിട്ട് ബിന്ദു അമ്മണിക്ക് ഈശ്വര വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് നിന്നിട്ട് പണി കിട്ടി, അത് വേറെ കാര്യം. പക്ഷെ അകത്ത് അതുവരെ പൂജ ചെയ്തുകൊണ്ടിരുന്ന പോറ്റി അങ്ങേര് മൊത്തത്തിൽ യോഗ തന്നെ അടിച്ചുകൊണ്ട് പോയി. അതിനേക്കാളും വലിയതുണ്ടാവും. ഞാൻ സൈലൻ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. ഉണർന്ന ഹിന്ദുക്കൾക്കൊന്നും ഇതൊന്നുമില്ല. അവരിപ്പോൾ വേറെ രീതിയിൽ ഇപ്പം പുതിയ വേർഷൻസ് വന്നിട്ടുണ്ട്. അയ്യപ്പൻ ആരൊക്കെയോ ബന്ധിച്ച് വെച്ചിരിക്കുന്നു, ആ വിചാരം ആ രീതിയിലേക്ക് അങ്ങ് പൊക്കോണ്ടിരിക്കുകയാണ്. വേറെ ലെവലായി. നമ്മൾ അതിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോധവും വെളിവുള്ള പോകാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മിണ്ടാതിരുന്നാൽ മതി. അപ്പം അത് ഒരു വേർഷൻ. പക്ഷേ കോൺഗ്രസിന് മിണ്ടുന്നില്ല. കാരണം അന്നേരം ഇന്നലെ കഴിഞ്ഞാൽ ദേശാഭിമാനി ഭയങ്കര എഴുത്ത്. അതായത് വാസു മൊത്തത്തിൽ മോഷ്ടിച്ചിരിക്കുന്ന അവരുടെ ആൾക്കാരാണ്. ബൈജു എന്ന് പറഞ്ഞൊരു കമ്മീഷണർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരനെ കണ്ട് കോൺഗ്രസിൻ്റെ ഇതായതുകൊണ്ട് എല്ലാം ബൈജു ചെയ്തു എന്നാക്കി. എങ്ങനെയോ ഒരു തെറിച്ചൊരു ബന്ധം കോൺഗ്രസിന് കിട്ടിയപ്പോൾ മൊത്തത്തിൽ പുള്ളിയുടെ തലയിൽ കൊണ്ടിട്ട് ആലോചിച്ച് നോക്കണേ. ദേശാഭിമാനിയിൽ കണ്ടു കഴിഞ്ഞാൽ വാസു കുറ്റക്കാരനല്ല, കട്ടളവരെ അടിച്ചോണ്ട് പോയേക്കാണ്. പുള്ളിക്കാരൻ കുറ്റക്കാരനല്ല, എല്ലാം ബൈജു ചെയ്തതായി ആ രീതിയിലാക്കിയിട്ടുണ്ട്. പിന്നെ പോച്ചിന് ഇവർ ആദ്യമേ ഇപ്പുറത്തെ പാളയത്തിൽ കെട്ടാനൊക്കെ ശ്രമിച്ചു. കുറേ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നോക്കി കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ആളുടെയൊക്കെ കൂടെ നിൽക്കണേ. അപ്പം പുള്ളി പക്ഷെ സർവ്വവ്യാപിയായിരുന്നെന്ന് തോന്നുന്നത്. എല്ലാവരെയും പറ്റിച്ചു. മറ്റൊരു മോൺസൺ. ഞാൻ ആലോചിച്ച് നോക്കുകയാണ്, ഈശ്വര പാവം അല്ലേ സ്വാമി അയ്യപ്പൻ എത്രമാത്രം അത് യോഗ അങ്ങനത്തെ ഒരു ഭക്തി ആയതുകൊണ്ടായിരിക്കുമല്ലോ എത്രയും ക്ഷമിച്ച് പുള്ളിക്കാരനെ മൊത്തത്തിൽ അടിച്ചോണ്ട് പോയിട്ട് പോലും അവസാനം പക്ഷെ ഓരോരുത്തരായിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നുള്ള ഒരു സത്യമാണ്. കാലം തെളിയിച്ചു എന്നുള്ളതാണ്. പക്ഷെ അതിൻ്റെയൊക്കെ പിന്നിൽ ഇവിടുത്തെ രാഷ്ട്രീയ കളികൾ ആലോചിപ്പിക്കുക ശരിക്കും നമ്മളൊക്കെ വിഡ്ഢികളാണല്ലേ. ഹിന്ദു എന്നല്ലേ പറഞ്ഞു, പൊതുവേ മലയാളികൾ എന്ന് പറഞ്ഞാൽ തന്നെ എന്തോ വിഡ്ഢികളാണ്. നമ്മളെ വീണ്ടും ഞാൻ ഇന്നലെ ബിഗ് ബോസിൻ്റെ ഒക്കെ ഷോ കണ്ടു കഴിഞ്ഞിട്ട് മലയാളികൾ വോട്ട് ചെയ്തിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളി ഒക്കെ നടക്കണം. അപ്പം ആലോചിച്ചു ഇതിന്ന് മണ്ടന്മാരല്ലേ നമ്മളിവിടെ കിച്ച് വീണിട്ട് 10 കൊല്ലമായിട്ട് നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം 2000 രൂപ പെൻഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ അമ്മച്ചിമാരൊക്കെ ഇങ്ങോട്ടേക്ക് മാറി. ഇത് തന്നെയാണ് അനുമോൾക്ക് വന്നേക്കണേ. അനുമോൾ കരഞ്ഞപ്പോൾ എല്ലാവരും അതിലേക്ക് പോയ പോലെ സത്യനീതി ഇതിനൊന്നും യാതൊരു വിലയുമില്ല. ഇവിടെ നല്ലവരായിട്ടുള്ള ഒരു പ്രസന്റ് ചെയ്തൊരു അനീഷ് എന്ന് പറഞ്ഞൊരു കോമണർ മനുഷ്യൻ്റെ ആർക്കും വേണ്ട. ഫേക്ക് ഇത് തന്നെയാണ് മലയാളിയുടെ ആ ഒരു മൈൻഡ് സെറ്റും രാഷ്ട്രീയവും എല്ലാം ഇത് സെയിം തന്നെയാണ് എവിടെയും കാണാൻ പറ്റുന്നത്. ശബരിമലയിൽ തന്നെ ആലോചിച്ച് നോക്ക്. ജയകുമാർ എന്ന് പറയുമ്പം അദ്ദേഹം ഭയങ്കര നമുക്കറിയാം. അതിനു മുമ്പ് തന്നെ പുള്ളിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് പാട്ടുകൾ വരും എൻ്റെ മനസ്സിൽ. ജയകുമാർ നമ്മുടെ സൂര്യാംശ ഓരോ വയൽപ്പൂവിലും അതൊക്കെ അങ്ങനെ ഒരുപാട് നല്ല ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഇന്ന് വരെ അദ്ദേഹത്തിൻ്റെ സർവീസ് റെക്കോർഡിൽ ഒരു ബാക്ക് മാർക്കില്ല. മൊത്തത്തിൽ ഏറ്റവും നല്ലൊരു മനുഷ്യനെ മുൻനിർത്തി ശബരിമലയുടെ ഇതിൽ കൊണ്ടുവന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവത്തിൻ്റെ തലയെ കൊണ്ട് എല്ലാം കൂടെ വെക്കുകയാണ്. പക്ഷെ ഒരിക്കലും നടക്കില്ല. പുള്ളി അതിൻ്റെതായ രീതിയിൽ കൊണ്ടുവരും എന്ന് പ്രതീക്ഷിക്കാം. കാരണം ഈ പ്രശ്നങ്ങൾ മാറിയാൽ ഈ ഇപ്പോൾ ചീഞ്ഞു നാർ നിൽക്കുമല്ലോ, ആ ഫേസ് മാറിയാൽ ഉടൻ തന്നെ ഇദ്ദേഹത്തെ മാറ്റി പുതിയ ആളെ കൊണ്ടുവരില്ലേ? തീർച്ചയായിട്ടും അവർക്ക് ഇനിയും ഉണ്ടല്ലോ മാറ്റി മേൽക്കൂര വരെ കൊണ്ടുപോകണം. ഇനി പിന്നെ ശബരിമലയിൽ ഇനി എന്തെങ്കിലും ഉണ്ടോ? പക്ഷെ അവരും വരുമാനം കിടക്കുവാണ്. രണ്ടും ഈ വിവാദത്തിനിടയിൽ തന്നെ അല്ലേ അവിടെ അങ്ങോട്ട് പൈസ എണ്ണിക്കൊണ്ടിരുന്നത്. പൈസ അടിച്ചു മാറ്റുന്നതിൻ്റെ ഒരു വീഡിയോ ഒക്കെ വന്നിട്ടുണ്ടല്ലോ. ഞാൻ ഇത് പറഞ്ഞപ്പോഴാണ് ഹനുമാൻ ക്ഷേത്രത്തിൻ്റെ ഇവിടെ ഹനുമാൻ ക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടെയും ഇതുപോലെയാണ്. നമ്മൾ ചില സമയം ഞാൻ ഈ ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തിട്ട് വരുമ്പോൾ കുറച്ച് പേര് അവിടെ കിടക്കും. നോക്കുമ്പോൾ അവിടെ പൈസയൊക്കെ കണ്ടു. ഞാൻ മനസ്സിലാക്കി ഈശോനെ ഇതൊക്കെ ഇവർക്ക് ഈ എണ്ണനൊക്കെ വല്ല കണക്കുണ്ടോ? പൈസയൊക്കെ എണ്ണയൊക്കെ അടിക്കൊക്കെ വെക്കണം കാണാം. ഞാനിപ്പോൾ മനസ്സിലിങ്ങനെ ചിന്തിക്കും ഇതൊക്കെ എവിടേക്കാണ് പോണത്? ശരിയാണ്, ഓഡിറ്റിങ് ഒന്നിനും ഇല്ലല്ലേ. ആർക്ക് വേണോ എന്ത് ചെയ്യണമെന്ന് കുത്തഴിഞ്ഞൊരു വ്യവസ്ഥിതിയാണ്. ഓഡിറ്റിങ് എന്ന് പറയുമ്പം ദേവസ്വം ബോർഡ് മാത്രമല്ലല്ലോ, എവിടെയും കുത്തഴിഞ്ഞ് കിടക്കുവാണ്. ഒരു സംസ്ഥാനം മുഴുവൻ കുത്തഴിഞ്ഞ് കിടക്കുവാണ്. സിസ്റ്റം ഔട്ട് കംപ്ലീറ്റ്ലി. അത് ദേവസ്വമായിക്കോട്ടെ ആരോഗ്യ മേഖല ആയിക്കോട്ടെ മൊത്തത്തിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ ഏറ്റവും മോശം സമയം, ഭഗവാന് പോലും രക്ഷയില്ലാത്തൊരു സമയം ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മുടെ ഒരു ദൈവം എന്ന് പറയുമ്പം അയ്യപ്പസ്വാമി തന്നെയാണ്. ശരിക്കും മലയാളികളുടെ ഒരു ദൈവം എന്ന് പറയുമ്പോൾ തമിഴർക്ക് ശ്രീമുരുകൻ ആ രീതിയിൽ എത്രത്തോളം ഇതാണോ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ശബരിമലയും അയ്യപ്പസ്വാമിയാണ്.
ആ ഭഗവാനെ വരെ കബളിപ്പിച്ചു. ഇങ്ങനൊരു മോശം സമയം ഉണ്ടായിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ഒന്നും പറയാനില്ല. ഒരു സിസ്റ്റം ഇത്രയും റോട്ടണായിട്ടുള്ളൊരു ഗവേണൻസ്, അത് ചോദിക്കാൻ നട്ടലില്ലാത്ത കുറേ ഒപ്പോസിഷൻ ലീഡേഴ്സ്, ഇതെല്ലാം കണ്ടിട്ട് കുഴിയിൽ വീണ് കിടന്ന് കഷ്ടപ്പെടുന്ന കുറേ മനുഷ്യർ, ഇതെല്ലാം കൊണ്ടും കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും മോശം അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പിണറായി ഭരണകാലം എന്ന് പറയേണ്ടി വരും മൊത്തത്തിൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.